ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടോ പേട തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പേടയാണ്, അഥവാ ഓറിയോ സ്വീറ്റ് പേട. അപ്പോൾ വരും നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്കൊരു 10 ബിസ്ക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിനകത്ത് മധുരം ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ 1/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഉരുക്കിയ നെയ്യ് 1 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് തീയും ഓവനും ഒന്നും തന്നെ വേണ്ട. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് അടിപൊളിയായിട്ടൊരു പേട തന്നെ തയ്യാറാക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ എടുക്കാമെന്നില്ല. ബോർബൺ ബിസ്ക്കറ്റ് എടുത്താൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്താലും മതിയാവും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പേട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കയ്യിൽ നിന്ന് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുണ്ട ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പാണ് സാധാരണ പേടയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് ബാക്കിയെല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ നടുക്കായിട്ട് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിന് ഭംഗിക്ക് വേണ്ടി പിസ്ത വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ചെറിയ കാഷ്നട്ടോ എന്തെങ്കിലും വെച്ചാലും മതിയാവും. ഇപ്പോൾ നമ്മുടെ പേടയെല്ലാം തയ്യാറായി കഴിഞ്ഞു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ ക്വിക്ക് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.